എന്തിനാ മേടിച്ച മോൾക്ക്? രണ്ട് പാട്ട് പറയണേ രാജ്യം. സ്പൈഡറുടെ മുട്ടയൊക്കെ കണ്ടോ? പുറത്തോട്ട് ഇറങ്ങി ഊട്ടിയേ അപ്പൊ ഞങ്ങള് ഇവിടെ കാർ പാർക്കിലെത്തി. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ വളരെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഇളയരാജ സാറുടെ ഒരു കോൺസെപ്റ്റ് നേരിട്ട് കാണുന്നു. കാരണം നമ്മൾ റഹ്മാൻ, റോക്കിംഗ് സ്റ്റാർ അനിരുദ്ധിൻ്റെ കണ്ട്. ഇളയരാജ നമ്മുടെ ഒരു നൊസ്റ്റാൾജി ആണല്ലോ. ശരി, നമ്മളെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ ഇടുന്നതായിരിക്കും. നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും എത്താതെ ഈ കൺവെൻഷൻ സെന്റർ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നല്ലാതെ രണ്ട് പാട്ട് പറയണേ രാജ്യം. രണ്ട് പാട്ട് പറയാനോ? 100 പാട്ട് പറയാനുണ്ടല്ലോ. 100 പാട്ട് രണ്ടെണ്ണം പറ. അതൊക്കെ ഇത് ബിഗ് സ്പൈഡറാണ്. ഇവിടെ നമ്മൾ കയറി ഇവിടെ എത്താറാകുമ്പോൾ ഒരു സ്പൈഡറിനെ ഞങ്ങൾ കണ്ടു. ആ സ്പൈഡറിനെ കാലിനെയൊക്കെ തൊട്ട് ഇവാനോടെ നടക്കുന്നുണ്ട്. സ്പൈഡറുടെ മുട്ടയൊക്കെ കണ്ടോ അതിൻ്റെ അകത്ത്? ഇനി ഇവിടെ നിന്നാണ് അടുത്ത സ്പൈഡർമാരൊക്കെ പറഞ്ഞത്. നമ്മള് കൊച്ചൊറ്റയ്ക്ക് പോകണം.
ഇച്ചായൻ്റെ ഒരു വൺ ഓഫ് ദ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധാരണ ഒരു ആംബിഷൻ ആയിരുന്നു. എ റഹ്മാന്റെ കോൺസെർട്ട് കണ്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ റോക്കിംഗ് സ്റ്റാർ അനിരുദ്ധിന്റെ കണ്ടിട്ടുണ്ട്, പിന്നെ പെൻഡിങ് ആയിരുന്നു നമ്മുടെ ഇളയരാജയുടെ ആ ഒരു കോൺസെർട്ട്. ഇന്നിപ്പം ഇളയരാജയുടെ കോൺസെർട്ടും കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. നമ്മുടെ എത്ര ഓർമ്മകളാണ്, എത്ര നൊസ്റ്റാൾജിയ. ഈ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ട പാട്ടുകൾ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ കേട്ട സമയത്തുള്ള ഓർമ്മകളിലൊക്കെ പോകും. അത്രയും ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒത്തിരി പാട്ടുകളുടെ അമരക്കാരൻ രാജാ സാറ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാതൽ സോങ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ശോകപ്പാട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സന്തോഷപ്പാട്ട് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഏതൊക്കെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇളയരാജ സാറുടെ ഒരു പാട്ട് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കണമെന്ന് നമുക്കറിയാം. ഞങ്ങൾ പരിപാടീൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പം ഇവിടുത്തെ ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് സ്റ്റാളിൽ കുറച്ച് നേരം ഇങ്ങനെ ഇവാനുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് ഒരു പിസ്സ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗുമ. സത്യം പറഞ്ഞാൽ ഭയങ്കര പാക്കഡാണ്, ഒത്തിരി ആൾക്കാരെ ഉണ്ട് ഇളയരാജയുടെ പരിപാടിക്ക്. എന്തിനാണ് മേടിച്ച മോൾക്ക്? ഇതാ പരിപാടിക്ക് ഇടയിൽ ഇറങ്ങിയിട്ട് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ പരിപാടി. പ്രോഗ്രാം അങ്ങനെ ഉണ്ട്. ഒരു അക്ഷരം തന്നിട്ടില്ല. ஒரு வைக்கம் போலே உன கொஞ்சம் மேலே இறக்க போற ഇളയരാജയുടെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി ഇളയരാജ 80-70 പാട്ട് മാത്രമേ പാടി കൊള്ളാമെന്നു. ഇവൻ ഉറങ്ങി തള്ളിയിട്ട് കൊള്ളാമെന്നു. ഇത് നമ്മ ദുർഗാക്ക, അത് അവങ്ങളുടെ ഹസ്ബൻഡ് പേരറിഞ്ഞൂടാ, അതുകൊണ്ടാണ് കാർത്തിക് പല്ലവി. ഉമേ അപ്പൊ ശരി, അപ്പൊ എല്ലാം പറഞ്ഞ കണക്ക്. അപ്പൊ അങ്ങനെ ഇളയരാജയുടെ ഒരു ലൈവ് പരിപാടിയും പാത്താച്ച്. ശരി.